കൊർന്നല്യോസിൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം തുടങ്ങുമ്പോൾ കാണുന്നു. കൊർന്നല്യോസ് ദൈവത്തെ അറിയാതെ തന്നെ അറിയാത്ത ദൈവത്തോട് ഭക്തിയോടെ ആരാധന കഴിച്ചു പോന്നു. ഒറ്റയ്ക്കല്ല, സകല കുടുംബത്തോടും കൂടെ. മാത്രമല്ല ഒത്തിരി ദാനധർമ്മങ്ങളും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു ദൂതൻ അവൻ്റെ പ്രാർത്ഥന സമയത്ത് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ ആരംഭത്തിൽ കാണുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. രണ്ട് വിഭാഗം, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാത്തവരും ദൈവത്തെ അറിയാതെ ആരാധിക്കുന്ന വേറൊരു വിഭാഗവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അറിയാം. അറിയാത്ത കൊർന്നല്യോസിന് വേണ്ടി ദൈവം അറിയാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്തു. ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തി. എന്നാൽ നീയും ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വിളിച്ച് അവൻ്റെ വാക്കുകൾ കേൾക്കുക. രക്ഷയ്ക്കുള്ളത് അവൻ പറഞ്ഞു തരും. അങ്ങനെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് വന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അത് മുഴുവൻ പറയാൻ പോലും സമയം കിട്ടിയില്ല. അതിനുള്ളിൽ അവർ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. ഉടനെ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവരെ സ്നാനം വിലക്കാൻ ആർക്ക് കഴിയും? ഉടനെ അവരെ സ്നാനപ്പെടുത്തി. ഇതാ ഒരു വലിയ കൂട്ടം യേശുവിലോട്ട് തിരിഞ്ഞു. ഒരു കൊട്ടാര തുല്യമായ വീട്ടിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി. അപ്പൊ ആദിയിലെന്ന പോലെ അതും ഒരു മാളിക മുറിയിലാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരെയും നിറച്ചു. ഇത് തന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ. അറിയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തെ അറിയില്ലെങ്കിലും ഉള്ള അറിവിൽ ദൈവത്തെ ആരാധിക്കാമോ? ബാക്കി ചെയ്യാൻ കർത്താവ് മതിയായവനാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വളരെ ഭക്തിയോടെ ചെയ്യാമോ? ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം ക്രിസ്തീയ സമൂഹങ്ങളിൽ കാണുന്നത്, ദൈവത്തെ നന്നായിട്ട് അറിയാം, എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനമോ ആരാധനയോ സ്തുതിയോ ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയ തെറ്റാണ്. അത് നമ്മൾ ഏറ്റുപറയണം. ഞാനിവിടെ പരസ്യമായി ഏറ്റുപറയുന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയുന്നത് പോലെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തിട്ടില്ല എന്ന് എനിക്കിവിടെ പരസ്യമായി എൻ്റെ കുറ്റം പറയാം. അത് നമ്മൾ ചെയ്ത തെറ്റാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സ്തുതി, ദൈവത്തോട് കാണിക്കേണ്ട ഭക്തി നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്രയോ ഉയരങ്ങളിൽ എത്താമായിരുന്നു. അതുകൊണ്ട് ഒരു മടങ്ങി വരവിനായി നമ്മെ കൊടുക്കാം. അറിയാത്തവർക്ക് പോലും ഒരു ഭക്തിയുണ്ട്. അതുപോലും ഇന്ന് അറിയുന്നു എന്ന് പറയുന്ന പലർക്കുമില്ല. ജ്ഞാനികളെന്ന് പറഞ്ഞ് അവർ മൂഢരായി പോയെന്ന്. ഇത് വലിയ അപകടമാണ്. അതിൽ നമുക്ക് രക്ഷപ്പെടണം. കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയാം. അതുകൊണ്ട് നമ്മൾ പാടുന്ന പാട്ടുകളിലെ വരികൾ ധ്യാനിച്ചുകൊണ്ട് വളരെ ഭയഭക്തിയോടെ ഈ പുതിയ മാസം മുതൽ യേശുവിനെ നമുക്ക് ആരാധിക്കാം. കണ്ടതാലേ முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உன் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நந்தாயறிந்தே தேடி வந்த நல்ல நேசரே. யாரும் அறியாத என்னை நந்தாயறிந்தே தேடி வந்த நல்ல நேசரே. அழகான கண்கள் என்னை கண்டதாலே முடிந்த
முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே, தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே, உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்த தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ ഉയർത്തെഴുന്നേറ്റു. അതുവരെയാണ് നമ്മൾ ചിന്തിച്ചത്. അതൊരു വലിയ സംഭവമായിരുന്നു. അതിനു മുമ്പ് യേശു വിശ്വാസത്തെ പണിതു. യഹൂദന്മാർ വിശ്വസിച്ചു, മാർത്തയും മറിയയും വിശ്വസിച്ചു, ശിഷ്യന്മാർ വിശ്വസിച്ചു. യേശുവിൻ്റെ വിശ്വാസം പിതാവിനോട് ഒന്നുകൂടി ഏറ്റുപറഞ്ഞു. ലാസറെ പുറത്തു വന്ന് പറഞ്ഞു. ലാസർ പുറത്തു വന്നു. അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരെ കെട്ടഴിച്ചില്ല. അവൻ്റെ കെട്ടഴിക്കാമായിരുന്നു. ആ കെട്ടുകൾ അഴിയട്ടെ, ഇല്ല. അത് മനുഷ്യൻ കെട്ടിയതാണ്. അത് മനുഷ്യൻ തന്നെ അങ്ങോട്ട് അഴിച്ചോട്ടെ. അത് അഴിക്കാൻ പറ്റിയ ആൾക്കാർ അവിടെയുണ്ട്. യേശുവിന് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു. യായിറോസിൻ്റെ വീട്ടിലും അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേ എന്ന് യേശു പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. എന്നാൽ യേശുവിന് ചെയ്യാൻ കഴിയുന്നത് യേശുവിനെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കണം. അതുകൊണ്ട് തിരിഞ്ഞു പോകരുത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം യേശുവിനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത്. എന്നിട്ട് യേശുവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും നോക്കരുത്. അവിടെയെല്ലാം പരാജയമുണ്ടാകും. നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യണം. യേശുവിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം യേശു നമുക്ക് വേണ്ടി ചെയ്യും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം.
യോഹന്നാൻ 11:45 മുതൽ വായിക്കുമ്പോൾ, മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അവൻ ചെയ്യുന്നത് കണ്ടു. യേശു എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. യേശു വാക്കുകളെ പറഞ്ഞോളൂ. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ചെയ്യുന്നത് കണ്ടു. അവൻ ചെയ്യുന്നത് കണ്ടു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിയട്ടെ, വെള്ളങ്ങൾ ഒരു സ്ഥലത്ത് കൂടട്ടെ, ആകാശത്തിന് മുകളിലുള്ള വെള്ളം, ആകാശത്തിന് കീഴുള്ള വെള്ളം, വാക്കുകൾ കൊണ്ടാണ് യേശു അന്ന് ചെയ്തത്. എല്ലാം വാക്കുകൾ കൊണ്ടാണ്. ഓരോ തരത്തിലുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ, എല്ലാ തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടായി വരട്ടെ, എല്ലാം ദൈവം ചെയ്തത് വാക്കുകൾ കൊണ്ടാണ്. വാക്കുകളെ പറയുന്നതാണ്. അവൻ മറിയുടെ അടുക്കൽ നിന്ന് വന്ന യഹൂദന്മാരിൽ പലരും യേശു ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യൻ്റെ കൈകളിലൂടെ യേശു അങ്ങനെ ചെയ്തു. നിലത്തുതുപ്പി ചേറുണ്ടാക്കിയിട്ട് ഇനി ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ശീലോഹം കുളത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? അതിനുശേഷം പോയി കഴുകിയവർക്ക് സൗഖ്യമായിട്ടുണ്ടോ? ഇല്ല. യേശു പറഞ്ഞ വാക്കുകൾ. ആരോട്? ഒരുവനോട് പറഞ്ഞ വാക്ക്. ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ യേശു പറഞ്ഞു, ആ വാക്ക്. അതിനുശേഷം ആഴത്തിലേക്ക് നീക്കി മീൻ പിടിച്ച ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പടകിൻ്റെ വലത്തു ഭാഗത്ത് വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വലത്തു ഭാഗത്ത് വീശി 153 വലിയ മീൻകൂട്ടം അകപ്പെട്ടു. അതിനുശേഷം അവർ ചെന്ന് പടകിൻ്റെ വലത്തു ഭാഗത്ത് വീശിയാൽ കിട്ടുമോ? ഇല്ല. യേശു പറയുന്ന സമയത്ത്, യേശു പറയുന്ന ഡയറക്ഷനിൽ യേശു ആരോട് പറഞ്ഞു, അവർ വീശിയാൽ അത് കിട്ടുള്ളൂ. അതൊരു നിയോഗത്തിൻ്റെ വാക്കാണ്. അതിന് നമ്മൾ റീമ എന്ന് പറയും, ലോഗോസ് അല്ല. ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് ചെയ്യാൻ നേരത്താണത് ലോഗോസായി മാറുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്യത്തെ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുത്. ദൈവസന്നിധിയിൽ ആ വാക്യവുമായിട്ട് ഇരിക്കുമ്പോൾ ദൈവം ആ സമയത്തേക്ക് വേണ്ട തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെയെന്ന്. ആ സമയത്ത് ദൈവം ഓരോ വാക്ക് തരും. അവൻ ചെയ്തത് കണ്ട യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. അപ്പോൾ അവിടെ നടന്ന ഒരു കാര്യം, യേശുവിൽ വിശ്വസിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്കോ ദൈവശക്തിയാണ്. കുറേ യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ വേറെ കുറേ യഹൂദന്മാർ എന്ത് ചെയ്തു? അടുത്ത വാക്യം 46. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. എന്തിനാ അറിയിച്ചത്? അതവർക്ക് വിശ്വാസമായി തീർന്നില്ല. മരിച്ച ഒരാൾ കണ്ണിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്നിട്ട് പോലും ആ വാക്ക് ഇവർക്ക് വിശ്വാസമായില്ല. ഒരു കൂട്ടർ വിശ്വാസത്തിലായി. യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. യേശുവിൽ ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. യേശു ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം ഇവരുടെ അകത്ത് കത്തുകയാണ്. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ചിട്ട് വേണം ഏറ്റുപറയാൻ. അപ്പം ഏറ്റുപറയൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഏറ്റുപറയണം, യേശുവിനെ ഏറ്റുപറയണം. ഏറ്റുപറയുക എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല, ജീവിതകാലം മുഴുവൻ യേശുവിനെ ഏറ്റുപറയണം. ഒരിക്കൽ ഏറ്റുപറഞ്ഞു കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ഒരു ദൈവ പൈതലല്ല. ഒരു ദൈവ പൈതൽ ആദ്യം ഏറ്റുപറഞ്ഞ് ദൈവ പൈതലാകുന്നു. പിന്നീട് ഈ ദൈവ പൈതലിൻ്റെ രീതി എപ്പോഴും യേശുവിനെ ഏറ്റുപറയും. അതിൻ്റെ പേര് നമ്മൾ വേണമെങ്കിൽ സുവിശേഷം എന്ന് പറയും. നമ്മളവൻ്റെ സാക്ഷികളാകുന്നു. ഏറ്റുപറച്ചിലാണത്. ഒരിക്കൽ ഏറ്റുപറഞ്ഞ വ്യക്തി അതുകൊണ്ട് നിർത്തിയില്ല, എപ്പോഴും പറയും. നിങ്ങൾ ഇടവിടാതെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, നിങ്ങളിൽ സമൃദ്ധിയായ ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. പണ്ടെങ്ങാണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്ന് വരെ യേശുവിനെ ഏറ്റുപറയുന്നില്ലെങ്കിൽ
അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും എനിക്കും ജീവനില്ലെന്നല്ലേ? ഏറ്റുപറയുക. കാണുന്നവരോടെല്ലാം നമുക്ക് ഏറ്റുപറയണം, യേശുവാണ് കർത്താവ്, യേശുവാണ് രക്ഷകൻ. ഏറ്റുപറയാനുള്ള ശക്തി കർത്താവ് ഓരോരുത്തർക്കും തരട്ടെ. ഇതാ കുറച്ചു പേര് യേശുവിനെ വിശ്വസിച്ചു. വേറൊരു കൂട്ടർ അവർക്ക് വിശ്വാസമായി തീർന്നില്ല. അവർ പോയത് പരീശന്മാരോട് പറഞ്ഞു. എന്താണ് പരീശന്മാർ? വചനം അറിവാക്കിയവരാണ്. അവർക്ക് തിരുവെഴുത്ത് മുഴുവനും അറിയാം. എന്നാൽ അവരുടെ തലച്ചോറിനകത്താണ് ഈ അറിവ് ചീർപ്പിക്കും. എന്നാൽ ആ വചനത്തിലുള്ള ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അവരിൽ ആത്മാവ് ക്രിയ ചെയ്യുന്നില്ല. എന്നാൽ ആത്മാവ് ക്രിയ ചെയ്യുന്നവർക്ക് മാത്രമേ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12 പറയുന്നു, ഈ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നവരായി മാറണം. രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെട്ട ഒരു ഏറ്റുപറച്ചിലുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവ പൈതലാണ്. എവിടെ ചെന്നാലും ഞാനൊരു ദൈവ പൈതലാണ്. എവിടെ ചെന്നാലും കാണുന്നവരൊക്കെ ചോദിക്കുക എന്നോട്, എന്ത് ചെയ്യുന്നു? ഞാൻ ഉടനെ പറയും, ഞാനൊരു പാസ്റ്ററാണ്. ചിലർക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയും, ഒരു പള്ളിയിലെ അച്ഛനാണ്. പള്ളിയിലെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയും, ഇന്നതുപോലെ ഒരു പെന്തക്കോസ് പള്ളിയുടെ അച്ഛനാണ്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി. ചിലർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പാസ്റ്റർ എന്നുള്ള വാക്ക് പോലും ഏറ്റുപറയുന്നതാണ്. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വേല ചെയ്യുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇതൊരു അഭിമാനമായിട്ട് ഏറ്റുപറയണം. യേശുവിനെ കുറിച്ച് പറയണം. ഇന്ന് മുതൽ നിങ്ങൾ സ്വീകരിച്ച യേശുവിനെ നിങ്ങൾ ഏറ്റുപറയണം. യേശു എന്നെ രക്ഷിച്ചു പാടണം. യേശുവിനെ കുറിച്ച് ഘോഷിക്കണം. അവൻ്റെ ഉപകാരങ്ങളെല്ലാം വർണ്ണിക്കണം. ഇതാണ് സുവിശേഷം. ഒരു വീട്ടിൽ ചെന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിച്ചാൽ മതി. അയ്യോ, എനിക്ക് സുവിശേഷം പറയാൻ അറിയില്ല. ഈ സുവിശേഷ പ്രസംഗർ പറയുന്ന പോലെ ഒന്നും പറയണ്ട. ചിലർ എന്നോട് ചോദിക്കും, സുവിശേഷം എങ്ങനെ പറയാം? സുവിശേഷം എങ്ങനെ പറയുന്നത്? നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായോ? നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയുണ്ടായോ? നിങ്ങളുടെ ജീവിതം പാപത്തിൽ നിന്ന് പുറത്തു വന്നോ? അത് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് സുവിശേഷം പറയാത്തത്? വീണ്ടും ജനന അനുഭവം ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞവർക്ക് ഇല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ ജീവിതം പിന്നെ സാധാരണ ജീവിതമല്ല. അവൻ നിത്യജീവനുള്ളവനാണ്. കരജീവൻ, ജലജീവൻ എന്ന് നമ്മൾ വായിക്കുന്ന പോലെ വെള്ളത്തിലുള്ളൊരു മീനെടുത്ത് കരയിലിട്ട അത് പടച്ച് ചത്തുപോവില്ലേ? എന്നാൽ അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ അതിന് എന്തൊരു ജീവനാണ്, എന്തൊരു വേഗതയാണ്. കരയിൽ കിടന്ന അതിന് വേഗതയുണ്ട്? ഇല്ല. വെള്ളത്തിലുള്ള ഒരു ജീവി എടുത്ത് കരയിലിട്ടാലും കരയിലെ ജീവിയെ വെള്ളത്തിലിട്ടാലും നമുക്കറിയാം അതിൻ്റെ ജീവൻ എവിടെയാണ്. ജലജീവൻ, കരജീവൻ. നമ്മുടെ ജീവനോ നിത്യജീവൻ, സ്വർഗീയ ജീവൻ. ആ ജീവനുള്ള വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് സ്വർഗത്തിലെ ശ്വാസമാണ്. നമുക്ക് ശ്വാസമുണ്ടെന്ന് എങ്ങനെ അറിയാം? സ്വർഗത്തിലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, സ്തുതി, ആരാധന, യേശുവേ നന്ദി, വേദപുസ്തകം വായന, പ്രാർത്ഥന, ഇതെല്ലാം കാണുമ്പോഴറിയാം സ്വർഗത്തിലെ ജീവനുള്ളവരാണ്. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുന്നത് നല്ല വാക്കുകൾ പറയുകയും കൃപയോടുകൂടി ഇത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. കുറേ യഹൂദന്മാർ, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ, അവിടെ മറിയെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. മാർത്തയെ മാർത്തയ്ക്ക് അങ്ങനെ വലിയ കരച്ചിലൊന്നുമില്ല. മറിയ ഏത് കാര്യത്തിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകും. മറിയെ ആശ്വസിപ്പിക്കാൻ വന്നു. മാർത്ത 2 കരച്ചിൽ, 2 നെഞ്ചത്തടി കഴിഞ്ഞ് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി എല്ലാവർക്കും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് യേശു വന്നെന്ന് കേട്ടപ്പോൾ ഇറങ്ങി ഓടി. യേശു ആ ഗ്രാമത്തിൽ പോലും കടന്നില്ല. അവിടേക്ക് മാർത്ത ഓടി, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ മറിയയുടെ അടുക്കൽ ചെന്ന് മാർത്ത പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു. മറിയ ഓടിച്ചെന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണെന്ന് ആരാധിച്ചെന്നാണ്. കാരണം യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നാൽ മാർത്ത ഓടിച്ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞതിൽ നല്ല പങ്ക് നെഗറ്റീവാണ്. കർത്താവെ നാറ്റം വെച്ചിരിക്കുന്നു, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. മറിയ ഇതൊന്നും പറയുന്നില്ല.
കൂടുതൽ ദൈവ സാന്നിധ്യത്തോട് അടുക്കുന്നവർ നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കും. മറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ ഇരിക്കുന്നവളാണ്. മറിയയുടെ അടുക്കൽ വന്ന ഈ യഹൂദന്മാരാണ് ഈ വിശ്വസിച്ചത്. മറിയെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. മാർത്തയെ മറിയെ ആശ്വസിപ്പിക്കാൻ വന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ പറയുന്നതെല്ലാം മറിയെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. ഒരു കൂട്ടർക്ക് ഇത് ദൈവശക്തിയായി മാറിയില്ല. ഈ അത്ഭുതങ്ങളും യേശുവിലുള്ള വിശ്വാസമായി പരിണമിച്ചില്ല. യേശുവിൻ്റെ വാക്കുകളും, യേശു അവിടെ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണ് എന്ന അർത്ഥത്തിൽ, പിതാവേ നീ എന്നെ അയച്ചെന്ന് ഇവരൊന്ന് കാണട്ടെ. അവർക്കതൊരു വിശ്വാസമായി തീർന്നില്ല. അപ്പം ഇത് രണ്ടും സംഭവിക്കണം. കുറേ പേര് എതിരാകുമ്പോൾ നമ്മൾ തളരരുത്. എല്ലാവരും ഒന്നും അവിടെ വിശ്വാസത്തിൽ വരുന്നില്ല. ചിലർ പറയും മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ നമ്മുടെ നാട്ടിൽ മുഴുവനും ഇല്ല. രണ്ട് ഗ്രൂപ്പായി മാറും. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു ഗ്രൂപ്പിസം ഉണ്ടാകും. വിശ്വസിച്ചവരെക്കാൾ വിശ്വസിക്കാത്തൊരു ഗ്രൂപ്പ് യേശുവിനെ കൊല്ലാനുള്ള ഒരു ഡയറക്ഷനിലേക്ക് ആ വിഷയം പോവുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന അത്ഭുതങ്ങളല്ല ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ആ വ്യക്തിയുടെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ വിളിക്കപ്പെട്ടവരനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ യേശുവിൽ വിശ്വസിക്കുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടവർ, അവരെ കർത്താവിൻ്റെ വചനം തൊട്ടു. ആ അത്ഭുതങ്ങളെ അത് തൊടാനിടയായി. അല്ലാത്തവർക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. ഈ മീറ്റിങ്ങിലൊക്കെ ചിലർ ഉറക്കെ ദൈവത്തെ സ്തുതിക്കും, പുകഴ്ത്തും. അവർക്ക് ആ കേൾക്കുന്ന വചനം വലിയ കാര്യമായിട്ട് തോന്നും. ചിലർക്കോ അത് വലിയ കാര്യമായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് അവർ സ്തുതിക്കാറില്ല. രണ്ട് വിഭാഗം സഭയിൽ പോലും ഉണ്ട്, പിന്നെ ലോകത്തിലുണ്ടാകാതിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ, ഒരു ദൂത് കേൾക്കുമ്പോൾ, നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് അനുകൂലമായിട്ടാണോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണോ? ദൈവത്തിന് എതിരായിട്ടാണോ? അവ രണ്ടും അവിടെ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും വചനം കേൾക്കുമ്പോൾ കൂടുതൽ ഭയപ്പെടുകയും കൂടുതൽ ദൈവത്തെ സ്തുതിക്കുകയും കൂടുതൽ സമർപ്പിക്കപ്പെടുകയും വിശ്വാസത്തെ പുതുക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും കേട്ട വചനം ഒരു സ്തുതിയായി മാറട്ടെ. കേട്ട വചനം ഒരു ആരാധനയായി മാറും. കേട്ട വചനം ദൈവശക്തിയായി മാറും. കേട്ട വചനം ദൈവകൃപയായി മാറട്ടെ. കേട്ട വചനം വലിയ നിറവായി മാറട്ടെ. കേട്ട വചനം അത്ഭുത രോഗ സൗഖ്യമായി മാറട്ടെ. കേട്ട വചനം ആമേ വിടുതലുകളായി മാറട്ടെ. കേട്ട വചനം പരിശുദ്ധാത്മ നിറവായി മാറട്ടെ. കേട്ട വചനം കൃപാവരങ്ങൾ ജ്വലിക്കാൻ കാരണമാകണം. എന്നെയും ഈ ജനത്തെയും സമർപ്പിക്കും. ജീസസ് എവരിഡേയിലൂടെ കേൾക്കുന്ന വചനങ്ങളിലൂടെ ദൈവശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇത് കേട്ട എല്ലാ വീടുകളിലും പുതിയ സാമ്പത്തികമായ വഴികളും വാതിലുകളും തുറന്നു കിട്ടട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കണം. വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. വീണ്ടും നാളെ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കണം. ഒരുമിച്ച് വരണം. മറ്റുള്ളവരോട് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അവരോടും പറയണം. കർത്താവിൻ്റെ വലിയ കരം കാണാൻ യേശു നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ വ്യാഴാഴ്ചയാണല്ലോ. വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ 1:30 വരെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരാൻ താല്പര്യമുള്ള എല്ലാവരും വരിക. ഗോഡ് ബ്ലെസ് യു.